അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ മുഅ്മിനൂന്റെ 3-ാമത്തെ ക്ലാസ്സിലാണ്. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പഠിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. നമുക്കൊക്കെ പൊതുവായിട്ട് നമ്മൾ ഏത് വിഭാഗത്തിൽ പെട്ടവരാണെങ്കിലും നമുക്കൊക്കെ പൊതുവായിട്ടുള്ളൊരു അഡ്രസ്സാണ് സത്യവിശ്വാസികൾ എന്നുള്ളത്. അങ്ങനെയുള്ള സത്യവിശ്വാസികളായ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള സ്വപ്നമാണ് മുഅ്മിനായിട്ട് മരിക്കുക എന്നത്. അതിനു വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടത് അവനവനാണ്. നമുക്ക് ഈമാൻ കിട്ടാതെ മരിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടോ ആ കാരണങ്ങളെക്കുറിച്ചെല്ലാം സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ സൂറത്ത് പഠിക്കുമ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ജോലി, വരുമാനം തരുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ, തോട്ടങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. അപ്പോൾ അങ്ങനെ അതിമനോഹരമായൊരു ഘടന ഈ സൂറത്തിനുണ്ട്. ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നു, ഖദ് തീർച്ചയായും, അഫ്ലഹ വിജയിച്ചിരിക്കുന്നു, അൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. എന്നിട്ട് ആ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അള്ളാഹു പറയുകയാണ് അടുത്ത ആയത്തുകളിലൂടെ. അപ്പോൾ മുഅ്മിൻ ആരാണ്? പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ കിട്ടിയതിൽ തൃപ്തിപ്പെടുന്ന് ജീവിക്കുന്നവരാണ് മുഅ്മിനുകൾ. അവർക്കാണ് ഈമാൻ ഉണ്ടാവുക. ആ ഈമാൻ അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അള്ളാഹു നൽകിയ വിധിയിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സില്ല എങ്കിൽ ഒരാളിൽ ശിർക്ക് വരും, കുഫ്ർ വരും, നിഫാഖ് വരും. ആ സമയത്താണ് അള്ളാഹുവിനെ വിട്ട് വേറെ പലതിലേക്കും നമ്മൾ അഭയം തേടി പോകുന്നത്. അള്ളാഹു ചോദിക്കാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരേ എന്ന്. ജനങ്ങൾ ഇത്തരത്തിൽ അള്ളാഹുവിനെ വിട്ട് മറ്റുള്ള ആരാധനാ സ്ഥലങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കും പോകുമ്പോൾ അവർക്ക് അള്ളാഹു പോരാ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു എന്താണോ നൽകിയത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഈമാൻ നമുക്ക് വേണം. അപ്പോഴാണ് നമ്മൾ വിജയികളായ സത്യവിശ്വാസികളാവുകയുള്ളൂ. എന്നിട്ട് 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അല്ലദീന ഏതൊരു കൂട്ടരാണോ, ഹും അവർ, ഫീ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തിൽ, ഖാശിഊൻ ഭക്തിയുള്ളവരായിരിക്കും എന്ന്. ഈമാൻ കിട്ടി മരിക്കുന്ന സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകത, അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായിരിക്കുമെന്നാണ്. അതെങ്ങനെയാണ് ആ ഭക്തി കിട്ടുക? നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ആയത്തുകളുടെയും ദുആകളുടെയും ഒക്കെ അർത്ഥം മനസ്സിലാക്കി നമസ്കരിക്കുക. അതേപോലെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ആ മഹത്തായ ഖുദ്റത്തും ഓർത്ത് നമസ്കരിക്കാൻ നമുക്ക് പറ്റണം. നമ്മളുടെ പാപങ്ങളെ പറ്റി ഓർക്കുക, നരകവും സ്വർഗവും ഓർക്കുക. നമ്മൾ അള്ളാഹുവെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലോർത്ത് നമസ്കരിക്കുക. അപ്പോൾ നമുക്ക് നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായി നമസ്കരിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ഖുർആൻ അർത്ഥമറിഞ്ഞ് പഠിക്കാൻ ആ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന സമ്മാനം. അതിലല്ലേ നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിലേക്ക് നമ്മളുടെ സഹോദരിമാരെ ക്ഷണിക്കുന്നത്. കാരണം പരലോകത്ത് വെച്ച് ആദ്യമായിട്ട് നമ്മളോട് ചോദിക്കുക നമ്മളുടെ നമസ്കാരത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമസ്കാരം. നമ്മൾ നമസ്കരിക്കണം. നമ്മുടെ വീട്ടുകാരോട് നമസ്കരിക്കാൻ
നമ്മൾ കൽപ്പിക്കണം. എന്നിട്ട് അവർ നമസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവരോട് കോപിക്കാനോ ശപിക്കാനോ ഒന്നും പാടില്ല. നമസ്കാരത്തെക്കുറിച്ച് അവരോട് ക്ഷമയോടെ ഉപദേശിക്കുകയാണ് വേണ്ടത്. ദീനിയായ അറിവുള്ളവർക്ക് മാത്രമേ നമസ്കാരം സ്വമേധയാ ചെയ്യാൻ തോന്നൂ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീനിൽ അറിവുണ്ടാകാൻ പ്രോത്സാഹനം കൊടുക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കൂടെ നമസ്കരിക്കാൻ ഓരോ വക്തും നമ്മൾ ക്ഷമയോടെ പറയണം. ഈ നമസ്കാരം അള്ളാഹു നമുക്ക് നൽകിയത് തന്നെ ഇസ്ലാമി അനുഭവത്തിനു ശേഷം 10 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഹിജറ 2ാമത്തെ വർഷത്തിലാണ് നമസ്കാരം നിർബന്ധമാക്കുന്നത്. അപ്പോൾ അതുവരെയും എന്താണ് ഇസ്ലാം കാര്യത്തെക്കുറിച്ച് ഈമാൻ കാര്യത്തെക്കുറിച്ച് ശരിയായി സഹാബാക്കളെ പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ അവര് വളരെ പരുക്കൻ സ്വഭാവക്കാരായ മനുഷ്യരായിരുന്നു. ഈ 12 കൊല്ലം കൊണ്ട് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് സഹാബാക്കളുടെ മനസ്സിൽ ഖുശൂ ഉണ്ടാക്കിയത്. പിന്നെ അവർ നരകത്തെ പറ്റി കേൾക്കുമ്പോഴൊക്കെ അവരുടെ കണ്ണുകൾ ഈറനാവാൻ തുടങ്ങി. അതൊക്കെ വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, അവരിൽ ആർക്കെങ്കിലും ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം, അവൻ കോപം നിറഞ്ഞവനായിക്കൊണ്ട് അവൻ്റെ മുഖം കറുത്തനായി തീരും എന്നാണ്. സ്വന്തം പെൺകുട്ടിയെ ജീവനോടെ കുഴിയിലേക്ക് ഇറക്കി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടുമ്പോൾ ആ കുട്ടി ശ്വാസം കിട്ടാതെ വാപ്പാനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തൊന്നും അവർക്ക് ഒരു വേദനയോ കുറ്റബോധമോ തോന്നിയിരുന്നില്ല. ഇസ്ലാമിൻ്റെ മുമ്പുള്ള അവസ്ഥ. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഖുർആനിൽ മാറ്റിയെടുത്തത്. പിന്നെ അവര് ഒരായത്ത് കേൾക്കുമ്പോഴേക്കും കരയുന്നവരായിട്ട് മാറുകയാണ്. സൂറത്തുൽ മാഇദ 85-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനുഹും തഫീളു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖി യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ഷാഹിദീൻ. റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ അവർ കേട്ടാൽ യഥാർത്ഥത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയത് കാരണം അവരുടെ കണ്ണുകൾ കണ്ണുനീരിനാൽ നിറഞ്ഞൊഴുകുന്നതായി നിനക്ക് കാണാം. എന്നിട്ട് അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആകയാൽ നീ ഞങ്ങളെ സാക്ഷ്യം വഹിക്കുന്നവരോടൊപ്പം രേഖപ്പെടുത്തണേ. നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങേണ്ടത് ഈ ഖുശൂ ആണ്. ഇവിടെയാണ് ദീനിയായ അറിവിൻ്റെ പ്രാധാന്യം. ആദ്യം നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ളവരും ദീനിൽ അറിവ് നേടണം. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവരാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അറിവുണ്ടെങ്കിൽ നമസ്കാരം അതിൻ്റെ വക്ത് അറിഞ്ഞ് ഖുശൂവോടുകൂടി നമസ്കരിക്കുവാൻ നമുക്കും നമ്മളെ ചുറ്റുപാടുമുള്ള നമ്മുടെ അഹ്ലുകാർക്കും പറ്റും. കാരണം നമസ്കാരത്തിൽ ഈ ഖുശൂ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല യഖീൻ ഉണ്ടാവണം. നരകം സത്യമാണ്, ഖബർ ശിക്ഷ അത് സത്യമാണ്, സ്വർഗം സത്യമാണ്, പരലോക വിചാരണ സത്യമാണ് എന്നുള്ള ഉറച്ച ബോധമാണ് യഖീൻ. അതുണ്ടെങ്കിൽ നമുക്ക് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും. ആ യഖീൻ ഉണ്ടാവണമെങ്കിൽ ദീനിൽ നല്ല അറിവ് വേണം. ആ ഖുശൂ ഉണ്ടെങ്കിലുള്ള പ്രത്യേകത നമ്മളെ സ്വഭാവം നന്നാവും, ഖുലുഖൻ ഹസനയായിട്ട് മാറും, ഏറ്റവും നല്ല സൽസ്വഭാവത്തിലായിരിക്കും. സ്വർഗത്തിൻ്റെ അഹലുകാരുടെ ഉന്നതമായ ഒരു ഗുണമാണ് സൽസ്വഭാവം എന്നുള്ളത്. നാളെ നമ്മുടെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു നന്മയും നമ്മുടെ സൽസ്വഭാവമാണ്. അതുപോലെ നമ്മൾക്ക് നമ്മുടെ കോപത്തെ നിയന്ത്രിച്ചു വെക്കാൻ കഴിയും.
ആരോടും നമുക്കൊരു പകയുണ്ടാവില്ല. അതൊക്കെ ഈ നമസ്കാരം, ഹുഷൂ ഉള്ള നമസ്കാരം കൊണ്ട് നമ്മളാകുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. നമ്മൾ കേട്ടിട്ടില്ലേ ഖുർആനിൽ, ഇന്ന സ്വലാത്ത തെൻഹ, തീർച്ചയായും നമസ്കാരം തടയുന്നു, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അതായത് നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും ഒരാളെ നമസ്കാരം തടയുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോ ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. എന്നിട്ട് അള്ളാഹുവിനെ ഓർത്ത്, അതായത് ഖദ് അഫ്ലഹ മൻ തസക്ക എന്നുള്ളൊരായത്തില്ലേ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക ആദ്യം. അതായത് ആരോടും ഒരു പകയില്ലാതെ, എല്ലാവരോടും ഒരു നസീഹത്തോട് കൂടിയിട്ട് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള അപവാദങ്ങളൊന്നും പറയാനും അത് കേൾക്കാനും നിൽക്കാതിരിക്കുക, പലിശയുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക, എപ്പോഴും അള്ളാഹുവിനോടുള്ള ഒരു അനുസരണവും ഒക്കെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക. അപ്പം അങ്ങനെയൊക്കെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ അവൻ വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർത്ത് നമസ്കരിക്കുക. അപ്പോൾ ആ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും. പിന്നെ വിജയിച്ച സത്യവിശ്വാസികളുടെ അടുത്തൊരു ഗുണമാണ് മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത്, വല്ലദീന, ഏതൊരു കൂട്ടരാണോ, ഹും അവർ, അനില്ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ കണ്ടാൽ അവിടെ നിന്നും തിരിഞ്ഞു കളയുന്നവരാണ് എന്ന്. നമ്മളൊരു കല്യാണത്തിന് പോയി, ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊക്കെ എന്താണ്, ഭയങ്കര മ്യൂസിക്കും പാട്ടും ഗാനമേളയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഞാനിവിടെ വന്നതല്ലേ, കുറച്ച് 2 പാട്ട് കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ കസേര വലിച്ചിട്ട് ഇരിക്കല്ലേ വേണ്ടത്. അങ്ങനത്തെ ലഘുവായ കാര്യങ്ങളിൽ നിന്നും പതുക്കെ തിരിഞ്ഞു നടക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ, ഒരാളുടെ ഇസ്ലാം മതം എത്രത്തോളം മികച്ചതാണ് എന്നതിൻ്റെ തെളിവെന്താണ്, തർക്കുഹു മാല യഅനീഹ്, തനിക്ക് ഗുണം ചെയ്യാത്തതോ തനിക്ക് ആവശ്യമില്ലാത്തതോ ആയ കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കും എന്നതാണ് അയാളുടെ അല്ലെങ്കിൽ ഒരാളുടെ ഇസ്ലാം എത്രത്തോളം മികച്ചതാണ് എന്നതിൻ്റെ ലക്ഷണം എന്നാണ് പറയുന്നത്. നമുക്ക് പല ടെൻഷനും ഉണ്ടാവും, നമ്മളെ കുടുംബത്തില്, പഠനത്തില്, ജോലിയില്, ആരോഗ്യത്തില്, കച്ചവടത്തില് ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കും. നമ്മൾ ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞ് ഒരു പരിഹാരം കാണിച്ചു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അവിടേക്ക് തിരിഞ്ഞു നിൽക്കാൻ നമ്മൾക്ക് പറ്റണം. ആ ഒരു ഹുഷൂ നമ്മൾക്ക് ഉണ്ടാക്കണം. സഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നു. ഒരു സഹാബിയുടെ മുതുകിലൊരു അമ്പ് തുളച്ചു കയറി. അപ്പോൾ ഇന്നത്തെ കാലത്ത് പോലെ ബോധം കെടുത്താനുള്ള മരുന്നൊന്നും അന്നില്ല. അപ്പോൾ വേദന അറിയാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു 2 റക്അത്ത് നമസ്കരിച്ചോട്ടെ, എന്നിട്ട് ഞാൻ സുജൂദിൽ പോകുമ്പോൾ ഈ അമ്പ് നിങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്നും പറിച്ചെടുത്തോ, കാരണം സുജൂദിലാവുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് അത്രയും അധികം അടുത്തവനായിരിക്കും എന്ന്. അപ്പം അവരുടെയൊക്കെ ഈമാനും ഖുശൂവിൻ്റെയൊക്കെ ഒരു ഒലിപ്പാണ്. യഥാർത്ഥ തവക്കുലിലൂടെ ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് ഇതാണ്. കാരണം നമ്മുടെ എല്ലാ ടെൻഷനും നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസാന്നിധ്യത്തോടു കൂടിയിട്ട് നമസ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായ ഈമാനിൻ്റെ അങ്ങേയറ്റമാണ് തവക്കുൽ. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ഭയന്ന് നമ്മുടെ ഹൃദയം ഒരു പക്ഷേ നമ്മുടെ ചങ്കിലേക്ക് എത്താറായിട്ടുണ്ടാവും. അത്രയും പേടിപ്പെടുത്തുന്ന സന്ദർഭത്തിലും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണവൻ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പക്ഷെ പലരും എന്താ ചെയ്യുന്നത്, ഈ പ്രതിസന്ധിയിൽ കളൊക്കെ താൽക്കാലികമായിട്ട് മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ കുറേ പാട്ട് കേൾക്കും, കുറേ സിനിമ കാണും, കുറേ ക്രിക്കറ്റ് കളി നോക്കിയിരിക്കും, കുറേ ഫുട്ബോൾ കളി നോക്കിയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിന് മുഴുവൻ ഇതാണ്. അപ്പം നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഈ രംഗങ്ങളൊക്കെയാണ് ഓർമ്മ വരിക, സീരിയൽ കണ്ടതും പാട്ടിൽ കേട്ടതും കണ്ടതും ഒക്കെ. അപ്പോൾ നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂ പോകുകയാണ്. എന്നിട്ട് നമ്മൾ പരാതിപ്പെടും, ഞാൻ എത്രയേ നിസ്കരിക്കണത്, എനിക്ക് അള്ളാഹു ഉത്തരം തരുന്നില്ല എന്ന്.
അപ്പോൾ ഇവിടെയാണ് വല്ലദീനഹും അനില്ലഹ്വി മുഅ്രിദൂൻ എന്നുള്ള ആയത്തിന്റെ പ്രസക്തി. ആദ്യം അല്ലാഹു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞു. അവർ പ്രത്യേകതകൾ പറയാണ്, എണ്ണി എണ്ണി പറയാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ കാര്യത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാണവർ എന്ന്. മനുഷ്യൻ നന്നാവാൻ ഈ ഒരു 3 ആയത്ത് തന്നെ ധാരാളമാണ്. അടുത്തത് എന്താണ്? വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ എന്നാണ് പറയുന്നത്. വല്ലദീന ഏതൊരു കൂട്ടർ, ഹും അവർ, ലിസ്സകാത്തി സക്കാത്തിന് വേണ്ടി, ഫായിലൂൻ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സക്കാത്ത് എന്നുള്ള വാക്ക് ഖുർആനിൽ 32 തവണ വന്നിട്ടുണ്ട്. അതിൽ 30 തവണയും സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്താണ്. 26 തവണ നമസ്കാരത്തിന്റെ കൂടെ ചേർത്താണ് ഈ സക്കാത്ത് എന്നുള്ള പദം വരുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കുന്നവരാകണം. അപ്പോൾ ഈ ഒരു സക്കാത്ത് നമ്മുടെ ഈമാൻ തകരാറിലാക്കുന്ന വിഷയമാണ്. നമ്മുടെ ഈമാന് 3 കാര്യങ്ങളെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാലേ, നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളെ മറ്റ് 3 കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാലേ അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുള്ളൂ. ഒന്നാമത്തത്, അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യാൻ, മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ. അള്ളാഹുവിൻ്റെ വേണ്ടി നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി കൽപ്പനകളെ അനുസരിക്കുക, അത് അംഗീകരിക്കുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നാൽ മാതാപിതാക്കളോട് മക്കൾക്കുള്ള എല്ലാ ബാധ്യതകളും കൃത്യമായിട്ട് നിർവഹിക്കുക. പിന്നത്തത് നമസ്കാരം നിലനിർത്തുക, പിന്നെ സക്കാത്ത് നൽകുക. ഈ ഒരു സക്കാത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള നമ്മുടെ സമ്പത്തിനെ കൂടി ശുദ്ധീകരിക്കാനാണ്. 1,00,000 രൂപ ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ 2,500 രൂപ അതിലുള്ള 2,500 രൂപ അയാളുടേതല്ല, അത് സക്കാത്താണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ആ തുക കൂടി മലിനമാവും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭരണകാലത്ത് ആ നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ ആളുകളില്ലാത്ത രീതിയിൽ അദ്ദേഹം സക്കാത്തിനെ പരിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് തുടങ്ങിയത് തൻ്റെ വീട്ടിൽ നിന്നാണ്, ഭാര്യ ഫാത്തിമയിൽ നിന്നും. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ആദ്യത്തെ ദിവസം കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭാര്യയോട് പറയാണ്, ഞാനും നീയും നിന്റെ സ്വർണവും കൂടി ഒരുമിക്കൂല. ഒന്നുകിൽ ഞാനും നീയും, അല്ലെങ്കിൽ നീയും നിന്റെ സ്വർണം ഉണ്ടാവുള്ളൂ. അതിനാൽ എന്ത് ചെയ്യണം? സ്വർണം മുഴുവനും ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം എന്ന് പറയാണ്. ഫാത്തിമ എന്ത് ചെയ്തു? ഒരു മടിയും കൂടാതെ അതെല്ലാം ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു. ഇത് ആ നാട്ടിലെ എല്ലാവർക്കും ഒരു മാതൃകയായി. അവരെ എല്ലാവരും അവരുടെ സക്കാത്ത് ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു. അങ്ങനെ ആ നാട് സമ്പന്നമായി, സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലായി. ഇതാണ് ഒരു സത്യവിശ്വാസി എന്താണ് വല്ലദീനഹും വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, തങ്ങളുടെ സക്കാത്തിനു വേണ്ടി പണിയെടുക്കുന്നവരാണ് അവർ എന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു സക്കാത്തിന്റെ വിഷയം നമ്മളുടെ കർമ്മങ്ങളെയെല്ലാം അതിൻ്റെ ശരിയായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. സക്കാത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ ബാക്കിയുള്ള അമലുകൾ കൂടി നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമാണ്. അപ്പോൾ ഇത്രയുമാണ് സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യത്തെ 4 ആയത്തുകൾ ഓതിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാവേണ്ടത്. സത്യവിശ്വാസികൾ വിജയിച്ചിട്ടുണ്ടാവും. അവരുടെ പ്രത്യേകത, അവർ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവരാണ്. ആ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ നമസ്കാരത്തിന് പുറത്തുള്ള നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം.
പിന്നെ ലഘുവായ കാര്യങ്ങളിൽ നിന്നും നമ്മൾ തിരിഞ്ഞു കളയണം. അതേപോലെ സക്കാത്തിന്റെ കാര്യത്തിൽ കൃത്യതയും കണിശതയും പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.